നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയി രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ ഇലക്ഷൻ സംവിധാനങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഒക്കെ തന്നെ വലിയ വിമർശന വിധേയമായി. BJP അടക്കം ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഒരു വേള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ശക്തമായി എതിർത്തു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വന്തം രാജ്യത്തെ സംവിധാനങ്ങൾക്കെതിരെ, നീതിപൂർവമായി നടന്നുവരുന്ന ഒരു സംവിധാനത്തിനെതിരെ, തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരെ അന്യരാജ്യത്ത് പോയി, അമേരിക്കയിലൊക്കെ പോയി പ്രസംഗിക്കുന്ന നാണം കെട്ട ചീഞ്ഞു നാറിയ പരിപാടിക്കാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയത് എന്നോർക്കുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ നെഹ്റു കുടുംബത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെയും ഓർത്ത് ഇന്ത്യ ലജ്ജിക്കുന്നു. ഇത്രയും നീചമായ, ഇത്രയും വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന ഒരു നേതാവിനെ എങ്ങനെ ഭാവി പ്രധാനമന്ത്രിയായി ഇന്ത്യ കാണും എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഈ സമയത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് കുടുംബസമേതം, കൊച്ചുകുട്ടികൾ ആണ് അദ്ദേഹത്തിന്, ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ വംശജയായ സഹധർമ്മിണിയും ഒപ്പം ഉണ്ടായിരുന്നു. കൊച്ചുകുട്ടികളടക്കം നരേന്ദ്രമോദിയോട് ഇടപെടുന്ന, വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു വല്യച്ഛനെ പോലെ അദ്ദേഹത്തോട് ഇടപെടുകയും കുസൃതി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഊഷ്മളമായി തന്നെയാണ് ഇന്ത്യ അദ്ദേഹത്തെ വരവേറ്റത്. കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചു. അമേരിക്കയുമായുള്ള നയതന്ത്ര പ്രതിരോധ ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പരസ്പര ധാരണയെക്കുറിച്ചും ആഗോളതലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ JD വാൻസ് പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. കുടുംബസമേതമാണ് അദ്ദേഹം എത്തിയത്. ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കയും അമേരിക്കൻ വൈസ് പ്രസിഡന്റും വൈറ്റ് ഹൗസും പെന്റഗണും ഒക്കെ എത്രത്തോളം വില കൽപ്പിക്കുന്നു, എത്രത്തോളം സ്നേഹം കൽപ്പിക്കുന്നു, എത്രത്തോളം അംഗീകാരം നൽകുന്നു, എത്രത്തോളം മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് ഈ ഊഷ്മള സൗഹൃദത്തിന്റെ ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത് ജനങ്ങൾ കാണുന്നത്. ഒരു വേള രാഹുൽ ഗാന്ധിയൊന്നും ഇതൊന്നും കാണുകയില്ലായിരിക്കും, കണ്ടാലും മൈൻഡ് ചെയ്യുകയില്ലായിരിക്കും. കാരണം രാജ്യദ്രോഹ നിലപാടുകൾ സ്വീകരിക്കുന്ന, മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം കയ്യിൽ വെച്ചുകൊണ്ട്
ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, അന്യരാജ്യത്ത് പോയി രാജ്യത്തെ മോശം ആയി ചിത്രീകരിക്കുന്ന രാഹുൽ ഗാന്ധിക്കൊക്കെ ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ അദ്ദേഹം കാണില്ല, കണ്ടാലും മനസ്സിലാകില്ല, മനസ്സിലായാലും മനസ്സിലായതായി ഭാവിക്കില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി എത്ര ഊഷ്മളതയോടെ, എത്ര സ്നേഹത്തോടെ, എത്ര സൗഹാർദ്ദത്തോടെ അമേരിക്കയുമായുള്ള അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായുള്ള ആ ഒരു സൗഹൃദം പങ്കുവെക്കുന്ന ഈ കാഴ്ച ഇപ്പോൾ ഇങ്ങനെ ജനങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വിലമതിക്കാനാവാത്ത ഒരു ആത്മബന്ധത്തിന്റെ തുടർച്ച കൂടിയാണ് JD വാൻസിന്റെ കുടുംബസമേതമുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ. അവർ ഇന്ത്യൻ വംശജ കൂടിയാണ്. അവരെയൊക്കെ തന്നെ എത്ര സ്നേഹത്തോടെ, എത്ര വാത്സല്യത്തോടെ, ആ കുഞ്ഞുങ്ങളെയൊക്കെ എത്ര വാത്സല്യത്തോടെയാണ് നരേന്ദ്രമോദി സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും കാണാത്തവരും കണ്ടതായി ഭാവിക്കാത്തവരും രാജ്യദ്രോഹ നടപടികളുമായി അന്യനാട്ടിൽ പോയി സ്വന്തം രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഖേദകരമായ, ദുഃഖകരമായ കാര്യം തന്നെയാണ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.